السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هؤلاء قوم اتخذوا من دون الله من دونه من دون الله من دون الله. بسم الله الرحمن الرحيم. هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. صدق الله العظيم. അൽക്കഹഫിലെ 7 ആളുകളാണ്. അവർക്ക് പറയാനുള്ള കാര്യം അവർ വെട്ടിത്തുറന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുകയുണ്ടായി. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ദിക്യാനിസോ മറ്റു രാജാക്കന്മാരോ പ്രതിഷ്ഠകളോ ഒന്നുമല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവാണ്. അല്ലാത്ത ഒന്നിനെ സൃഷ്ടാവായി ഞങ്ങൾ പറയുകയോ സങ്കല്പിക്കുകയോ ചെയ്താൽ ഞങ്ങൾ ഏറ്റവും വലിയ അക്രമമാണ് ചെയ്തത്. എന്നിട്ട് അവർ പറയാണ്, ഹൗലായി, ഈ കൂട്ടര്, ഖൗമുന, അതായത് നമ്മളെ ഖൗമ്, നാട്ടുകാരെ കുറിച്ച് പറയാം, ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അള്ളാനെ കൂടാതെ കുറെ ഇലാഹുകളെ അവർ വിശ്വസിക്കുന്നുണ്ട്. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, ആ വിശ്വസിക്കുന്ന കാര്യത്തിന് ഓൽക്ക് എന്താ ഒരു ദൃഷ്ടാന്തം കൊടുന്നോട്ടെ. എന്ത് തെളിവാ ഓരോരുത്തരുള്ളത്? ഒരു മണ്ണാങ്കട്ടിയും തെളിവായിട്ടില്ലല്ലോ. നമ്മളൊരു കാര്യം വിശ്വസിക്കുക, അത് തെളിവില്ലാതിരിക്കുമ്പോഴാണ് അന്ധവിശ്വാസമാവുക. തെളിവ് വേണ്ടേ? തെളിവ്, ഏറ്റവും വലിയ തെളിവ് വഹയിലൂടെ കിട്ടിയ തെളിവാണ്. ഗവേഷണം ചെയ്ത കാര്യങ്ങളൊക്കെ അനുമാനങ്ങളാണ്. വഹയിലൂടെ ഒരു കാര്യം കിട്ടിയാലാണ് തെളിവാവുള്ളൂ, വിശ്വാസത്തിനും തെളിവാവുള്ളൂ. അങ്ങനെ സമാവിയായ എന്തെങ്കിലും ഒരു തെളിവ് പടച്ചോൻ കുറെ ഉണ്ട് എന്നുള്ളതിനുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒരു തെളിവില്ലാതെ ഈ മൂടറച്ച അന്ധവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ആളുകൾ ഖൗമ്. ഫമൻ അദ്ലമു, അള്ളാന്റെ വിഷയത്തിലാണല്ലോ ഈ കളവ് പറയുന്നത്. ഫമൻ, ആരാണ് അദ്ലമു, ഏറ്റവും വലിയ അക്രമിയുള്ളത്? മിമ്മൻ, ഒരുത്തനേക്കാൾ, ഇഫ്തറ, അവൻ കറ്റുകെട്ടി ഉണ്ടാക്കി പറയുന്നു, കളവ് പറയുന്നു. ഇഫ്തറ, കറ്റുകെട്ടി ഉണ്ടാക്കുന്നു, അലല്ലാഹി, അള്ളാഹുവിന്റെ മേൽ കദിബൻ, കളവുകളെ. അള്ളാഹ് ഒരുപാടുണ്ടെന്നുള്ള പച്ചക്കളവല്ലേ, അത് അള്ളാഹ് പറഞ്ഞാലോ ഞങ്ങൾ ഒരുപാടുണ്ടെന്ന് വഹയിലുണ്ടോ? വഹയിലുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. കാരണം അമ്പിയാക്കളുടെ ഇടയിൽ ആചാരങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മളെ ഹജ്ജ് അവർക്കുണ്ടായിട്ടില്ല, റമളാനിലെ നമ്മളെ നോമ്പ് മുൻഗാമികൾക്ക് ഉണ്ടായിട്ടില്ല, നമ്മളെ ഉംറ അവർക്കുണ്ടായിട്ടില്ല, നമ്മളെ സക്കാത്ത് അവർക്കുണ്ടായിട്ടില്ല. പക്ഷേ ആദം നബിയുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ ഒരു സാധനം മാറൂല, അത് മാറൂല, അതിൽ മായം വരൂല, അത് രണ്ടാക്കി പറയില്ല. ഖൈറുമാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് അന്നും ഇന്നും എന്നും ഒന്നാണ്, അത് മാറൂല. അതിലപ്പുറം അള്ളാഹ് ഒരുപാടുണ്ടെന്ന് പറയുന്നത് പച്ച നുണ അള്ളാന്റെ മേലിൽ പറയാണ്. നമ്മളെ ഇടയിൽ ആണ്ടോണ്ടും കളവ് പറയുന്നത് തെറ്റാണ്, പക്ഷെ കളവ് അള്ളാന്റെ മേലിൽ പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. അതാണ് പറയണത്. ഫമൻ, ഏതൊരുത്തനാണ് അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ, അള്ളാന്റെ മേൽ കളവ് കറ്റുകെട്ടുണ്ടാക്കി വെടുവായിത്തം ഒഴിയുന്നതിനേക്കാൾ അക്രമി ആരാണ്? ഇതാണ് അതിന്റെ അർത്ഥം. അതിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സൂചന ഉണ്ട്. എന്താ വെച്ചാല്, നമ്മൾ വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം. എല്ലാത്തിനും കൂടെ തെളിവ് അത് ആലിമകൾക്ക് കിട്ടുള്ളെങ്കിലും കുറച്ചൊക്കെ ഒരു തെളിവ്. ഇപ്പൊ അള്ളാഹ് ഉണ്ട് എന്നുള്ള തെളിവ് ഉണ്ട് എന്നുള്ള വല്യപ്പ അങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ടുണ്ട്, അത് മതിയോ? അള്ളാഹ് ഒരുവനാണ് എന്താ തെളിവ്? അള്ളാഹ് ഒരുവനെന്ന് മഹമുല്ലാങ്ക പറഞ്ഞിന്, മഹമുല്ലാങ്ക അങ്ങനെ പറഞ്ഞിരുന്നു വാതില്. അപ്പൊ അള്ളാഹ് ഒരുവനാണ്, അത് മതിയോ? അത് പോരല്ലോ. മുടി മുഴുവനും തടവിൽ സുന്നത്താൻ തെളിവ്, അത് മഹമുല്ലാങ്ക പറഞ്ഞെന്ന് പറഞ്ഞു, അത് മതി, അനുഷ്ഠാനാണ്.
അതാനുഷ്ഠാനാണ്. അങ്ങനെ പറയാം. ഷോക്സ് ഇട്ടാണ് നിസ്കരിക്കുന്നതിന് വിധി എന്താണ്? ആവശ്യമില്ലെങ്കിലും കറാത്താണ്. എന്താ തെളിവ്? അത് മാലിയിലെ ജലീർ റഹ്മാൻ പറഞ്ഞിട്ടാണ്. അത് മതി. പക്ഷെ അള്ള ഒരുവനാണ് തെളിവ്. റഹ്മാൻ ഇങ്ങനെ പറഞ്ഞു അള്ള ഒരുവനാണെന്ന്. അത് മതിയോ? പോരല്ലോ. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു അടിസ്ഥാനം നമ്മളെടുത്ത് ഉണ്ടാവണം. അല്ലെ ഇത് പാറിപ്പോ അപ്പൂപ്പന്താടിയാവോ ഈമാൻ? കാറ്റൊന്നാ പാറു. ഈമാൻ അപ്പൂപ്പന്താടിയാവരുത്. സിമന്റ് ഇട്ട് ഉറപ്പിച്ച കല്ലെങ്കിലും ആവണം. പെട്ടെന്ന് ഇളകരുത്. അതിന് നമ്മൾ മനസ്സിലാക്കിയതിനെ കുറിച്ചൊക്കെ ഒരു തെളിവുകള് അതുണ്ടെന്ന് എന്താ തെളിവ്? അതുണ്ടെന്നുള്ളതിന് ഇതൊക്കെ തെളിവല്ല. കാണൊക്കായനല്ലോ തെളിവ്. അതുണ്ടെന്നുള്ളതിനല്ലോ ഒക്കെ തെളിവ്. അള്ളുണ്ട് എന്നുള്ളതിനാണ് ഈ കാണുന്നത് മുഴുവൻ തെളിവ്. ഇല്ല എന്നുള്ളതിന് എന്താ തെളിവ്? ഇവന്റെ വർത്താനല്ലാതെ. ഞാൻ ഒരിക്കലും ഒരാളോട് ചോദിച്ചു, അത് വലിയൊരാളാണ്, അള്ള ഉണ്ട് എന്നുള്ളതിന് ഞാൻ തെളിവുകൾ കുറെ പറയാം, ഇല്ല എന്നുള്ളതിന് ഒറ്റ തെളിവ് പറയുമെന്ന് വെച്ചു. ഇല്ല എന്നുള്ളതിന് ഒറ്റ തെളിവ്. അപ്പൊ അയാൾ ഉണ്ട് എന്നുള്ളതിന് തെളിവെന്ന് വെച്ചു. അപ്പൊ ഞാൻ ശാസ്ത്രീയമായിട്ട് സംസാരിച്ചു. ഒറ്റ പിടുത്താണ്ട് പിടിച്ച് അനങ്ങാൻ കഴിഞ്ഞില്ല. ഈ പ്രപഞ്ചം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ എന്ന് വെച്ചു. കുടുങ്ങിയില്ലേ? സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവ് ഉണ്ടാവണം. സൃഷ്ടാവില്ലാത്തൊരു സൃഷ്ടിയില്ല. പ്രപഞ്ചം സൃഷ്ടാവാണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് തലക്ക് സുഖമില്ല എന്നതിന്റെ അർത്ഥം. കാരണം ആകാശം തന്നെ ആകാശത്തിന് ഉണ്ടാക്കുക, മേശനെ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാവും? ഇന്ത്യ കുപ്പായം ഉണ്ടാക്കിയതാ, കുപ്പായം തന്നെ. ഇതിന്റെ വയ്ക്കൽ ടൈലർ ഉണ്ടാവൂലേ? മേശന്റെ വയ്ക്കൽ ആശാരി ഉണ്ടാവൂലേ? ഈ റോഡിൽ നമ്മള് പിന്നെ ആനന്റെ, ഞങ്ങളിവിടെ ആനന്റെ ഇവിടെ എന്താ പറയാ, ആണ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ആന വണ്ടി അതന്നെ. അത് കണ്ട നമുക്ക് മനസ്സിലായിക്കോട്ടെ ആയിക്കോട്ടെ ആന പോയിക്കണെന്ന്. അതിന് തെളിവാണോ? അത് ഉറപ്പന്നല്ലേ? കയ്യും നന്നായിട്ട് കരിഞ്ഞിക്കണ്. ഇതെന്തേ? ഇത് പൊള്ളിയതാണ്. ഞാൻ അതിന്റെ കൈഫിയത്തെ നമുക്ക് അറിയണ്ടുള്ളൂ. എങ്ങനെ പൊള്ളി, എപ്പ പൊള്ളി, അത്രല്ല അന്വേഷിക്കണ്ടുള്ളൂ. പൊള്ളിയാണെന്നുള്ളത് കണ്ടാൽ തന്നെ അറിയില്ല. ഞാൻ ഇവിടെ ഖിദ്മത്തിന് വരുന്ന സമയത്ത് ഞാൻ ഇവരോട് ചോദിച്ച്, ഈ പള്ളി ഇങ്ങനെയല്ലായിരുന്നല്ലോ, മാറ്റം വന്നിക്കണല്ലോ ഒരുപാട്. അതും ഒരു ദിവസം സുബീക്ക് വന്നപ്പോ പള്ളി ഒന്നായിട്ടാണ് മാറിയതാന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ജോലി ഏൽക്കുവോ? ഇതിന് വേക്കൽ ആളില്ലേ? മാറുമ്പോ മാറ്റിയ ആളുണ്ടാവൂലേ? അപ്പോ ഒറ്റ ചോദ്യമുള്ളൂ, പ്രപഞ്ചം സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ കുടുങ്ങി. സൃഷ്ടിക്ക് സൃഷ്ടാവില്ലാതെ ഉണ്ടാവൂല. അതാണ് ശാസ്ത്രവും. ഇവിടെ പ്രാപഞ്ചിക ലോകത്ത്, പദാർത്ഥ ലോകത്ത് തന്നെയും ഒരു സാധനവും വെറുതെ ഉണ്ടായിട്ടില്ല എന്നാണ് ശാസ്ത്രം. ഒരു സാധനം വെറുതെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ മുഴുവനും പറയുന്നുണ്ട്, ഞങ്ങളുടെ നിരീക്ഷണത്തിൽ ഒരു ദൈവിക കരം എവിടെയും കാണുന്നുണ്ട് എന്നാണ്. സൂര്യനെ കുറിച്ച് പഠിക്കാനല്ലേ അവർക്ക് കഴിയുള്ളൂ. സൂര്യൻ ഉണ്ടാക്കിയത് വരല്ലോ, കറങ്ങല്ലേ, പോയിന്റ് തെറ്റാതെ കറങ്ങല്ലേ. കാലെത്രായി, പരകോടി നക്ഷത്രങ്ങൾ ചലിക്കുന്നു, പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. അവിടെ ട്രാഫിക് ഗതാഗത കുരുക്ക് നീക്കാൻ ഒരു പോലീസുകാരനില്ല. അവിടെ റോഡിൽ അപകടം ഉണ്ടായിട്ട് പൊട്ടിത്തെറിക്കണില്ല. ഇന്നൊക്കെ പിറകിൽ ഒരാളില്ലയോ? ഒരു മേശയെ കണ്ടാൽ ഒരു ആശാരി ഉറപ്പല്ലയോ? ഒരു ചിത്രം കണ്ടാൽ ഒരു കലാകാരൻ ഉറപ്പല്ലയോ? ഒരു പന്തല് കണ്ടാൽ അതിന്റെ വർക്കർ ഉറപ്പല്ലയോ? ഒരു കവിത കണ്ടാൽ പിന്നെ ഓർമ്മ വരുന്നത് കവിയല്ലയോ? എങ്കിൽ ഈ പ്രപഞ്ചമാസകലം പഠിക്കുന്ന ഒരു വ്യക്തി അറിയാതെ പറഞ്ഞു പോവുകയാണ്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. മഴയും പുഴയും തരിളും പൂവും പൂക്കളും പുഴുക്കളും കടലും കടലാടിയും കാടും മണ്ണും പൊന്നും എല്ലാം തനിയെ ഉണ്ടായതാണെന്ന് പറയാൻ സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യന് കഴിയുമോ? ഇല്ലെങ്കിൽ ഇവർ പറയുകയാണ്, ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ. പറയുന്ന വാദത്തിന് ഒരു പ്രൂഫ് എന്തേ അവർ കൊണ്ടുവരാത്തത്? അല്ല ഇനി പലതുണ്ടെങ്കിൽ അത് അള്ളയാണ് പറയേണ്ടത്. അള്ള പറയണ്ടേ ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടെന്ന്. ഏത് കാര്യത്തിനും ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. എല്ലാ കമ്മിറ്റി എടുത്ത് പരിശോധിച്ച് നോക്കൂ, എല്ലാ സംഘടന എടുത്ത് പരിശോധിച്ച് നോക്കൂ. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത സംഘടന ഉണ്ടോ? ഒറ്റ പാർട്ടിയിൽ തന്നെ ഉള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ? ഇതേമാതിരി പടച്ച ഒന്നിലധികം ഉണ്ടെങ്കിൽ ഓല അഭിപ്രായ വ്യത്യാസമാവൂലേ? ഓല അഭിപ്രായ വ്യത്യാസത്തിലായി നമ്മളെ കഞ്ഞി മുട്ടൂലേ? ഒരാൾ പറയാണ് ഇന്ന് മഴ ചെയ്തോട്ടെ, മറ്റോ ഇന്ന് മഴ ചെയ്യണ്ട, കുടുങ്ങിയില്ലേ?
ഒരാൾ പറയാണ് ഇന്ന് നമ്മൾ അദ്രാമാങ്ക മരിച്ചോട്ടെ എന്ന്. ഇല്ല, അദ്രാമാങ്ക എന്ന് മരിക്കണ്ട, അത് മറ്റേ കഴിഞ്ഞില്ല കഥ. അഭിപ്രായത്യാസം ഉണ്ടാവും. കുറെ കഴിഞ്ഞാല് എല്ലാവരുടെ ഇടയിലും അഭിപ്രായത്യാസം ഉണ്ടാവും. പഠിച്ചോ രണ്ടെണ്ണുണ്ടെങ്കിൽ അവരുടെ ഇടയിലും അഭിപ്രായത്യാസം ഉണ്ടാവും. അവരുടെ ഇടയിൽ അടിയാണ്ട് നടന്നാൽ അന്ന് യമനാളായില്ല. അപ്പൊ ഏതൊരു ബുദ്ധിക്കും മനസ്സിലാവൂലേ ഒന്നേ ഉള്ളൂ എന്ന്. അതിനിപ്പോ ആയത്തിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ ആയത്തും കൂടി ഉണ്ടെങ്കിലോ പിന്നുള്ള ദൈവങ്ങൾ, ആൾ ദൈവങ്ങൾ, പ്രഷറുള്ള ദൈവം, കൊളസ്ട്രോൾ ഉള്ള ദൈവം, സർജറി കഴിഞ്ഞ ദൈവം, ശ്വാസം മുട്ടലുള്ള ദൈവം, ഛർദി വരുന്ന ദൈവം, പ്രായം കൂടണ ദൈവം, മഴ ഇതാ പനി വരുന്ന ദൈവം. നോക്കണേ, ഇതൊക്കെ ഇപ്പൊ ദൈവങ്ങള്. പുറത്തിറങ്ങിയിട്ട് മഴ ഉണ്ടാൽ ആൾ ദൈവങ്ങൾക്ക് പനി, അങ്ങനെ പനി ബാധിക്കുന്ന ദൈവം, പല്ലുവേദനയുള്ള ദൈവം, മൂത്രക്കല്ലുള്ള ദൈവം, മൂലക്കുരുള്ള ദൈവം. അപ്പൊ അവര് പറയാ ലൗലാ യത്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, പറയണേന് തെളിവുണ്ട്. എന്ത് തെളിവുള്ളത്? എന്നിട്ട് ഒരൊറ്റപ്പെടുത്ത ഫമൻ അള്ളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അള്ളാന്റെ മേലെ പാച്ച നുണക്കാറ്റ് കെട്ടുണ്ടാക്കുന്ന ആൾക്കാർ വലിയ അക്രമികളാണ്. അതിന് ഒരാൾ പോയിട്ട് ലണ്ടൻ ചോദിക്കാം ഉമ്മാനെ വിഭജിക്കണ ഷിർക്കാ വലുതെന്ന്. ഒരാൾ ചോദിക്കാം എന്തിനാണ് നമുക്ക് ഉമ്മാനെ വിഭജിക്കണ ഒന്നുമല്ലാന്ന് ആക്കി തീർക്കാനാണ് അപ്പാ ചോദിക്കുന്നത്. എന്ത് ചോദ്യമാണ് അതൊക്കെ? ഇത് രണ്ടും തെറ്റാണ്. പിന്നെ ഏതാ വലുതെന്ന് നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? ഒന്ന് അള്ളായിട്ട് ബന്ധപ്പെട്ടാണ്, അപ്പൊ അതന്നെയല്ലേ വലുത്. അതല്ലേ പറഞ്ഞു ഫമൻ ഇഫ്തറാ അലല്ലാഹി കദിബാ. അള്ളായിട്ട് ബന്ധപ്പെട്ട തമ്മാടിത്തന്നെ തന്നെയാണ് വലിയത്. ഒരാൾ ചോദിക്കാണ് ബാപ്പാനും ഉമ്മാനും കൊന്നാനാണോ ബാപ്പാനെ മാത്രം കൊന്നോനാണോ നല്ലതെന്ന് വെച്ചാൽ എന്താ പറയാ? അതിന് മറുപടി ഉണ്ടോ? അപ്പൊ വാപ്പാനെ മാത്രം കൊന്നോനാണ് നല്ലതെന്ന് പറഞ്ഞ വാപ്പാനെ കൊന്നത് അല്ലാന്നല്ല പറഞ്ഞറിയാം അപ്പുറത്ത്. അപ്പൊ അയാളെ മുണ്ടാതിരിക്കാനാണ് ഇവിടെ വേണ്ടത്. പിന്നെ തിരിച്ചൊരു ചോദ്യം ചോദിക്കായിരുന്നു, നിന്റെ ഭാഷയിൽ ഇപ്പൊ ഇത് രണ്ടും എന്താന്ന് വെച്ചാൽ മതി. ഓൾക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. ഉമ്മാനെ ബുദ്ധിപരമായി ചിന്തിച്ച ഉമ്മാനെ കൊല്ലാലോ. കാരണം എന്താ, ഈ ഇടങ്ങറക്കം ഉണ്ടാക്കി ആ തള്ളയിലെ വെച്ചാണ്ട് കൊന്നൂടെ? ഇവിടെ വന്നപ്പോ ക്യാൻസർ, ശ്വാസം മുട്ട്, കടം, മര്യാദക്കൊന്നാണ് കിടന്നാ പോരായിരുന്നില്ല. രാത്രി അറ്റടിയാണ്ട് കൊടുത്തൂടെ? ബുദ്ധിപരമായിട്ട് അങ്ങനെയല്ല കിട്ടുക. ബുദ്ധിപരമായിട്ട് ചിന്തിച്ച ഉമ്മാനെ കൊല്ലണേന് എന്താ പ്രശ്നമുള്ളത്? കാരണം എന്താ, ഈ ഇടങ്ങറ് മൊത്തം ഉണ്ടാക്കിയത് അതാണ്. പക്ഷെ ഉമ്മാനെ കൊല്ലാൻ പറ്റുമോ? മനുഷ്യന് ബുദ്ധിയല്ലല്ലോ, യുക്തി മാത്രമല്ലോ, ഭക്തി ഉണ്ടല്ലോ. യുക്തിവാദിയായ പോരാ, ഭക്തിവാദിയാവണം. ഭക്തിയിൽ ഉമ്മ പൂവാണ്, ഉമ്മ തളിരാണ്, ഉമ്മ തലോടലാണ്, ഉമ്മ താരാട്ട് പാട്ടിന്റെ സൗന്ദര്യത്തിന്റെ സംഗീതമാണുമ്മ. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ഉമ്മാനെ പറഞ്ഞ ഒരു പാട്ട് പാടിയതാ ആ സങ്കടതീനം വേണ്ടിട്ട്. അപ്പൊ അതാണല്ലോ ഭക്തി. പലപ്പോഴും യുക്തിയും ഭക്തിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഭക്തിയാണ് രാജാവ്. യുക്തി കീഴ്പ്പെടണം. കാരണം നമ്മുടെ യുക്തിക്ക് പരിധിയുണ്ട്. കണ്ണിന് പരിധിയുണ്ട്, ചെകിടിന് പരിധിയുണ്ട്, കൈക്ക് പരിധിയുണ്ട്, കാലിന് പരിധിയുണ്ട്, യുക്തിക്ക് പരിധിയുണ്ട്. യുക്തിക്ക് പരിധി ഉണ്ടെങ്കിൽ ആ പരിധിക്കപ്പുറത്തുള്ള കാര്യം പറയാനാണ് വഹീ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അതിന് നമുക്ക് തെളിവാണ്. തെളിവ് ഒന്നൊന്നര തെളിവാണ്. അത് ഇളക്കാൻ പറ്റൂല. അങ്ങനെ ഉറപ്പിച്ചു വെച്ചാൽ ഇത് അപ്പൂപ്പൻ താടിയല്ല, അല്ലെങ്കിൽ ഊതിയാപ്പാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് ആഴ്ചകൾ അത് മാത്രം ഇവിടെ വിശദീകരിച്ചിരുന്നു. 3 ആഴ്ചകളോളം സുബീക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. 1 മാസം പിന്നെ മുഹമ്മദ് റസൂലും വിശദീകരിച്ചിട്ടുണ്ട്. അത് ആദ്യം അങ്ങനെ തുടങ്ങാൻ കാരണം ഇത് മനസ്സിന്റെ അടിയിൽ ഒന്ന് ഉറപ്പിച്ചു വെക്കാനായിരുന്നു. പിന്നെ ഇളകിയാ പോരുത്. ഏത് പ്രസംഗം കേട്ടാലും ഈമ ഇളകരുത്. ഇളകുകയാണെങ്കിൽ കേൾക്കാൻ പോരുത്. നമ്മളെ ഈമ ഇളകുന്ന പ്രസംഗം കബളിപ്പിച്ച ഇളകും. കാരണം നമ്മളെ അവസ്ഥ അതാണ്. അപ്പൊ കബളിപ്പിക്കുന്ന ഭാഷ ഒന്നും കേൾക്കാൻ പോരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ആയത്തിന്റെ അർത്ഥം അതാണ്. قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن افترى على الله كذبا فمن أظلم ممن افترى على الله كذبا. തുടരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.
الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد പടച്ചോനെ പറഞ്ഞോ കേട്ടോ നീ കബൂലാക്കണേ അല്ലാ തെറ്റുകൾ പൂർത്തിയാക്കണേ അല്ലാ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ സിയ്യാത്ത് ഹസനാത്താക്കണേ അല്ലാ ഖൽബിന് ഈമാന്റെ ആനന്ദം നൽകണേ അല്ലാ ക്ഷമ നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ സമാധാന കേടുകളിൽ നിന്ന് അതിന്റെ കാരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ മനസ്സിന് സ്വസ്ഥത നൽകണേ അല്ലാ മരണത്തിലേക്കാണ് ഓരോ അടിയും മാറടിയിലേക്കാണെന്ന് തിരിച്ചറിവ് നൽകണേ അല്ലാ ജീവിത ജാഗ്രതക്ക് പാകപ്പെടുത്തണേ അല്ലാ നിന്നെ ഒന്ന് മനസ്സിലാക്കി തരണേ അല്ലാ നിന്റെ ഹബീബിനെ മനസ്സിലാക്കി തരണേ അല്ലാ ഇളകാത്ത പതറാത്ത മറിയാത്ത ഈമാൻ നൽകണേ അല്ലാ മായമില്ലാത്ത വിശ്വാസമാക്കണേ അല്ലാ ഈ സാസിൽ പങ്കെടുത്ത ഒരാളെയും ആഖിറത്തിൽ നരകത്തിലിട്ട് കരിക്കല്ലേ അല്ലാ അല്ലാഹുവേ ഞങ്ങളൊക്കെ നീ സ്വർഗത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാ പരീക്ഷണത്തിൽ തളർത്തല്ലേ അല്ലാ രോഗമുള്ള പലരും സദസ്സിലും ചില ആളുകൾ TK പോലെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയവരുണ്ട് ചികിത്സകളൊക്കെ ഫലപ്രദമാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹു ഏത് മാരക രോഗങ്ങൾക്കും നിന്റെ കയ്യിൽ ഔഷധമുണ്ടല്ലോ അത് നീ അറിയിച്ചു തരണേ അല്ലാ അല്ലാഹു എല്ലാ വേദനയും ഞെരുക്കും പൊട്ടലും പിരിയലും ഉറക്കമില്ലായ്മയും വയറുവേദന പല്ലുവേദന മൂത്രക്കടച്ചിൽ തലവേദന എല്ലാം മാറ്റി തരണേ അല്ലാഹു സുറുമത്ത സൈന മുഹമ്മദ് വറഹമത്ത സൈന മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولأساتذتنا ولمن حضروا معنا ولمن ماتوا منا ومنهم ولمن دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة وفي بلدة من الذي يحضر في كل يوم في هذا المجلس يا رب العالمين ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله